ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വണ്ടി കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചിന്താഗതിയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി ഇന്ത്യയിൽ ഹ്യുണ്ടൈയാണ് ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ എങ്ങനെ എൻറോൾ ചെയ്യുക, എങ്ങനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ 3 കണ്ണൂർക്കാർ ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ബ്ലൂലിങ്ക് എൻറോൾമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബ്ലൂലിങ്ക് എൻറോൾമെൻറ്റ് നടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഡീലർഷിപ്പ് എവിടെ നിന്നാണോ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമ്മൾ ഡെലിവറി ഡേറ്റ് നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ സ്ക്രീനിൻ്റെ അകത്ത് അല്ലെങ്കിൽ വണ്ടീൻ്റെ അകത്തുള്ള ബ്ലൂലിങ്കിൻ്റെ എൻറോൾമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്ലൂലിങ്കിൻ്റെ ആക്ടിവേഷൻ്റെ ഭാഗമായി അല്ലെ എൻറോൾമെൻറ്റിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ അകത്ത് ബ്ലൂലിങ്ക് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിൽ നോക്കിയാൽ ഈ എൻഡിൽ നമുക്ക് ബ്ലൂലിങ്കിൻ്റെ ഒരു റേഞ്ച് ഡിസേബിൾ ആയ പോലെ കാണിക്കും, അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്ത പോലെ ക്രോസ് മാർക്കായിട്ട് കാണിക്കും. ഇത് മാറിയിട്ട് ആക്ടിവേറ്റ് ആണോ, ഈ കാണുന്ന ഏതെങ്കിലും ഒരു 3 ഹോട്ട് ബട്ടൺസിൽ ഏതെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ വുഡ് യു ലൈക്ക് ടു ആക്ടിവേറ്റ് എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ജസ്റ്റ് ഈ മെനു ഒന്ന് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ബ്ലൂലിങ്കിൻ്റെ സെറ്റിങ്സിൽ കയറുക. കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ബ്ലൂലിങ്ക് സെറ്റിങ്സ് കാണും. ഇതിൽ കയറിയാൽ ആക്ടിവേഷന് വേണ്ടി ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ആക്ടിവേറ്റ് ബ്ലൂലിങ്ക് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്ക്രീനിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എഗ്രി ചെയ്ത് നെക്സ്റ്റ് അടിക്കുക, എഗ്രി ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ആക്ടിവേറ്റ് ആവുന്ന സമയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോലെ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജും വരും. അതേപോലെ ഈ കാണുന്ന ഒരു റേഞ്ചും അപ്ഡേറ്റ് ആയിട്ട് കാണിക്കും ബ്ലൂലിങ്കിൻ്റെ. പ്ലസ് നമുക്ക് ഈ സ്ക്രീനിൽ കാണിച്ച പോലെ എക്സ്പയറേഷൻ ഡേറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 1/1/24, അതായത് 2024 വരെ 3 വർഷത്തേക്കാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി തരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ഫോണിലുള്ള ആക്ടിവേഷൻ, അല്ലെങ്കിൽ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫോണിൽ എന്താണ് ചെയ്യേണ്ടത്, ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറുക. ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് പ്ലേ സ്റ്റോർ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണ്. ഇതൊരു ആപ്പിൾ ഫോൺ ആണെങ്കിൽ നമ്മൾ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ കയറുക. അവിടെ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യുക ബ്ലൂലിങ്ക്. അപ്പോൾ ബ്ലൂലിങ്ക് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഹ്യുണ്ടൈ ബ്ലൂലിങ്ക് ഇന്ത്യ എന്നുള്ള ഓപ്ഷനാണ് വരിക, അല്ലെങ്കിൽ സജഷൻ ആണ് വരിക. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ബ്ലൂലിങ്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോണിൽ ഈ ഒരു ആപ്പ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റോർ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസിൽ മാത്രമേ ഈ ആപ്പ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ചൈനീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബ്ലൂലിങ്ക് ആപ്പ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്റ്റോഴ്സ് എന്നുള്ള ആപ്പ് കിട്ടും. കാരണം ഇന്ത്യയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും പുറമേ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ NRI കസ്റ്റമേഴ്സ് ആയിരിക്കും. അവർ യൂസ് ചെയ്യുന്ന ഫോൺ ഒരുപക്ഷെ UAE സ്റ്റോറുള്ള ഫോൺസ് ആയിരിക്കും. അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ആപ്പിൾ ഫോൺസ് ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ പ്ലേ സ്റ്റോർ അവൈലബിൾ ആക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെർച്ച് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ഈ ആപ്പിലേക്ക് കയറാം. അതിന് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെർമിഷൻ അലോ ചെയ്യാൻ വരും, അതെല്ലാം അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് മെയിൻ സ്ക്രീനിലേക്ക് പോവാണ്. മെയിൻ സ്ക്രീനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ലോഗിൻ ID യും പാസ്വേഡുമാണ്. അപ്പോൾ ഈ ലോഗിൻ ID യും പാസ്വേഡും ആക്ച്വലി നമുക്കൊരു അക്കൗണ്ട് ഇല്ല ബ്ലൂലിങ്കിൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഹ്യുണ്ടൈൻ്റെ ഒരു ഒഫീഷ്യൽ നമ്മുടെ പ്രിയപ്പെട്ട ഇല്യാസ്ക നമ്മളെ കൂടിയുണ്ട്. മൂപ്പര് ഒരു ID ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് 1 ടൈം ആൻഡ് 2nd ടൈം കൺഫേം ചെയ്യാനും ഒരു പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അപ്പോൾ ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. വെരിഫൈ ആ മൊബൈൽ നമ്പറിന് പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. ആ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് 6 ഡിജിറ്റ് പിന്ന് നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചതിന് ശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഒരു പുതിയ സെറ്റപ്പ് യുവർ പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ATM പിന്ന് പോലുള്ളൊരു 4 ഡിജിറ്റ് പിന്നാണ് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലോക്കായി പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയാൽ ബ്ലൂലിങ്ക് തുറന്നു കഴിഞ്ഞാൽ ഈ പിന്ന് ചോദിക്കും. ആ പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് വരെ ലോക്ക് ആവില്ല ആപ്പ്. ഒരു സെക്യൂരിറ്റി പാസ്വേഡ് പോലെയാണ് ഈ പാസ്വേഡ്. ഒരു 4 ഡിജിറ്റ് പിന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൺഫേം ആൻഡ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെ ലോഗിൻ നടന്നു കഴിഞ്ഞു. കാരണം ഇത് നമ്മളെ ലോഗിൻ ID-യും അതേപോലെ പേരും മെയിൻ പേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രീനിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മളെ കാർ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ വണ്ടീൻ്റെ അകത്തുള്ള ബ്ലൂലിങ്ക് ഇനീഷ്യേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സിഗ്നൽ വന്ന് അതുപോലെ ഫോണിൻ്റെ അകത്ത് ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അക്കൗണ്ട് നമ്മളെ ഫോണിലെ ഈ ആപ്ലിക്കേഷനും കാർ ലിങ്ക് ചെയ്യാൻ വേണ്ട. അതിന് ഈ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് മൈ കാർ എന്നുള്ള ഓപ്ഷനിലേക്ക് കയറുക. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ വിൻ നമ്പറാണ്. ഇതിന് മുമ്പേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. ഐ അഗ്രി. പിന്നെ വിൻ നമ്പറാണ് ചോദിക്കുന്നത്. 17 ക്യാരക്ടർ വിൻ നമ്പർ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ ബ്ലൂലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് ബ്ലൂലിങ്ക് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ മോഡം ഇൻഫോർമേഷനിൽ കയറിയാൽ നമുക്ക് വിൻ നമ്പർ കാണാൻ പറ്റും. ഇതല്ലാണ്ട് തന്നെ നമ്മളെ വണ്ടീൻ്റെ സർവീസ് ബുക്ക്ലെറ്റിലും അതേപോലെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ ഒരു സ്റ്റിക്കറും ഉണ്ടാവും. അതിലും നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിൻ നമ്പർ അടിച്ചു കൊടുക്കുക വേണ്ടത്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് സെൻഡ് വെരിഫിക്കേഷൻ കോഡ് ടു വെഹിക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോണ് ഇങ്ങനെ റിക്വസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു കോഡ് വരും. ഈ കോഡാണ് ഇനി നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. 9UCC ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആഡ് വെഹിക്കിൾ കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് വരുന്ന സ്ക്രീൻ ഇങ്ങനെയാണ്. അപ്പോൾ ക്രെറ്റയാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് മനസ്സിലായി. അതേപോലെ ഇവിടെ ആ കാറ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മളെ വണ്ടിക്ക് നമ്മൾ ഏതെങ്കിലും ഓമന പേരെല്ലാം വിളിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ ഈ പെൻസിൽ സംഭവം സെലക്ട് ചെയ്തിട്ട് പേര് ഇട്ട് കൊടുക്കാനും പറ്റും. സേവ് ചെയ്യുക. തൽക്കാലം നമ്മൾ പേര് മാറ്റുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. കാറ് സെലക്ട് ചെയ്താൽ നമുക്ക് ഡെമോ പോലെ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ മെയിൻ സ്ക്രീനിൽ ഇനി നമ്മൾ ബ്ലൂലിങ്ക് ആപ്പിലേക്ക് കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം, മെയിനായിട്ട് നമുക്ക് കാണിക്കുന്നത് ഒരു മാപ്പാണ്. അതിൻ്റെ അകത്ത് പോയിൻ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് ആ പിന്ന് ചോദിക്കുന്നുണ്ട്. ആ പിന്ന് ഒരു പ്രാവശ്യം ആക്ടിവേറ്റ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് വരെ നമുക്ക് ഈ ആപ്പ് പിന്നില്ലാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ പേജിൽ കാണുന്ന പോയിന്റ് ലൊക്കേഷനും അതേപോലെ ഇതിൻ്റെ താഴെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഉള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തൽക്കാലം സൈനിങ് ഓഫ് ശ്രീ. താങ്ക് യു.